നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാദ കുടിയേറ്റ ബില്ലിനെ പിന്തുണച്ച് നിയുക്ത ബ്രിട്ടൻ പ്രധാനമന്ത്രി ആൻഡി ബെൻഹാം. കുടിയേറ്റ നിയന്ത്രണ ബില്ലിനെ ലേബർ പാർട്ടിയിലെ 14 എംപിമാർ ബില്ലിനെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോഴാണ് മേക്കർഫീൽഡ് എംപി കൂടിയായ ബെൻഹാം സർക്കാരിന് നിർണായക പിന്തുണ നൽകിയത്. ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയിൽ ബില്ല് പാസ്സായത് 90-നെതിരെ 264 വോട്ടുകൾക്ക്. അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാനും കുടിയേറ്റക്കാർ കോടതിയിൽ അപ്പീൽ നൽകി യുകെയിൽ പിടിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. യുകെയിൽ 2030ഓടെ ഭവനരഹിതരുടെ എണ്ണം 25% വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പുതിയ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൻഡി ബെൻഹാമിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് മുന്നിൽ. ആകെ ഭവനരഹിതരുടെ എണ്ണം 1,80,000 നിന്നും 2,30,000 കടക്കുമെന്ന് പ്രവചനം. ദീർഘകാലമായി അടച്ചിട്ടിരിക്കുന്ന പഴയ വീടുകൾ കൗൺസിലുകൾ ഏറ്റെടുത്ത് നവീകരിച്ച് പുനരുപയോഗിക്കണമെന്ന് ആവശ്യം. UK ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ. NHS ആശുപത്രി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുവാനും രോഗി പരിചരണം വീട്ടുപടിക്കൽ എത്തിക്കുവാനും ലക്ഷ്യമിട്ട് 10 വർഷത്തെ ദീർഘകാല വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായുള്ള മൂലധന ബഡ്ജറ്റ് 2029-30 കാലയളവോടെ 15 ബില്യൺ പൗണ്ടായി ഉയർത്തും. രോഗികളുടെ വിവരങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ ജോലി പോകുമെന്നും ജയിലിലാകുമെന്നും NHSന്റെ മുന്നറിയിപ്പ്. കടുത്ത നടപടികളുമായി അധികൃതർ എത്തിയത് രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ജീവനക്കാർ പരിശോധിക്കുന്നത് തടയിടാൻ. ഇറാനിലെ 6 പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബുഷർ, ചബഹാർ, ജാക്സർ, കൊണാരക്, അബു മുസ, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. 5 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക ദൗത്യം പൂർത്തിയായതായി US സെൻട്രൽ കമാൻഡർ. US-ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുകയും പ്രമുഖ കമാൻഡർമാർ ഇല്ലാതാക്കിയതായും അവകാശവാദങ്ങളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുസഫ് ഖമേനി നശിച്ചു കഴിഞ്ഞു എന്നും ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ പ്രതികരിച്ച ഇറാൻ ഹോർമൂസ് വഴിയുള്ള ചരക്കുനീക്കത്തിന് ഫീസ് ഈടാക്കണമെന്ന നിലപാട് അംഗീകരിക്കുന്നതായും എന്നാൽ അതിന് അർഹത തങ്ങൾക്കാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാജി. ട്രംപ് നിർദ്ദേശിച്ച 20% ഫീസ് വളരെ കൂടുതലായി പോയി എന്നും തങ്ങൾ ന്യായമായ രീതിയിലെ തുക ഈടാക്കൂ എന്നും ഇറാൻ. ജമ്മു കാശ്മീർ സർക്കാരിനെ അട്ടിമറിക്കാൻ നാഷണൽ കോൺഫറൻസ് MLA-മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് 100 കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് അയച്ച് BJP. 7 ദിവസത്തിനകം പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ്. നാഷണൽ കോൺഫറൻസ് MLA-മാരെ സമീപിച്ച പാർട്ടി മാറാൻ BJP 20 മുതൽ 30 കോടി വരെ രൂപയും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തു എന്ന് ഒമറിന്റെ ആരോപണം. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതൻ വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ജയിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. മേയർ VB രാജേഷ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ടെന്നും BJP നേതാക്കളുടെ പ്രസ്താവനകൾ പരസ്യ പ്രതികരണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച NSS നേതൃത്വം. NSSന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വാഗതാർഹമാണെന്നും NSS. കഴിഞ്ഞ ദിവസം ദില്ലി NSS യൂണിയന്റെ പരിപാടിയിൽ വെച്ചായിരുന്നു ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും സുകുമാരൻ നായർ. വാർത്തകൾ വിശദമായി. ലേബർ പാർട്ടിക്കുള്ളിൽ കനലുകൾ പുകയുന്നു. വിവാദമായ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിന് ശക്തമായ പിന്തുണയുമായി ഭാവി പ്രധാനമന്ത്രിയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൻഡി ബെൻഹാം യുകെയിലെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണത്തിന് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ പ്രമുഖ നേതാവായ ബെൻഹാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വന്തം പാർട്ടിയിലെ 14 എംപിമാർ ബില്ലിനെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോഴാണ് മേക്കർഫീൽഡ് എംപി കൂടിയായ ബെൻഹാം സർക്കാരിന് നിർണായക പിന്തുണ നൽകിയത്. തിങ്കളാഴ്ച വൈകുന്നേരം ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയിൽ 90-നെതിരെ 264 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാനും കുടിയേറ്റക്കാർ കോടതിയിൽ അപ്പീൽ നൽകി യുകെയിൽ പിടിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബില്ല്. വ്യക്തി സ്വാതന്ത്ര്യവും കുടുംബജീവിതവും ഉറപ്പു നൽകുന്ന യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിലെ 8ാം വകുപ്പ് ഉപയോഗിച്ച് അഭയാർത്ഥികൾ അപ്പീൽ നൽകുന്നത് തടയാൻ ബില്ലിൽ കർശന വ്യവസ്ഥയുണ്ട്. അഭയാർത്ഥി സമ്പ്രദായത്തിലെ പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഈ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ആഭ്യന്തര സെക്രട്ടറി ഷബാൻ മഹ്മൂദ് വ്യക്തമാക്കി. ലേബർ സർക്കാർ അധികാരമേറ്റതു മുതൽ മനുഷ്യക്കടത്തുകാരുടെ അറസ്റ്റ് 55% നാടുകടത്തൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ ഏറ്റവും ഉയർന്ന നിരക്കിലും എത്തിച്ചിട്ടുണ്ട് എന്നും സർക്കാർ അവകാശപ്പെട്ടു. എന്നാൽ ലേബർ പാർട്ടിയിലെ ചില പിൻനിര എംപിമാർ ഇതിനെതിരെ രംഗത്തു വന്നു. ഈ നടപടികൾ കൂടുതൽ സങ്കീർണവും ചിലവേറിയതുമായ ഒരു അഭയാർത്ഥി സംവിധാനം സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഭരണപക്ഷത്തെ ഈ വിമർശകർ വാദിച്ചു.
നോട്ടിംഗ്ഹാം ഈസ്റ്റ് എംപിയായ നാദിയ വിറ്റോം ബില്ലിനെതിരെ വോട്ടു രേഖപ്പെടുത്തിയപ്പോൾ പുതിയ കോർ പ്രൊട്ടക്ഷൻ പദ്ധതിയെ സ്റ്റെല്ല ക്രീസി എംപി അഭയാർത്ഥി പദവിയുടെ ഡയറ്റ് ക്ലോക്ക് പതിപ്പ് എന്ന് പരിഹസിച്ചു. അതേസമയം പ്രധാന പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ബില്ലിനെ എതിർത്തു. എന്നാൽ ബില്ലിലെ വ്യവസ്ഥകൾ ഒട്ടും പര്യാപ്തമല്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അനധികൃത കുടിയേറ്റം പൂർണ്ണമായും തടയുന്നതിന് UK യൂറോപ്യൻ മനുഷ്യാവകാശ കൺസർവേഷൻ 8ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പിന്റെ നിർദ്ദേശം വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെയും സ്വന്തം പാർട്ടിയിലെ വിമത സ്വരങ്ങളെയും മറികടന്ന് ബില്ല് പാസാക്കാൻ കഴിഞ്ഞത് ലേബർ സർക്കാരിന്റെയും അതിനെ പിന്തുണച്ച ആന്റി ബെൻഹാമിന്റെയും രാഷ്ട്രീയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. UKയിൽ വരാനിരിക്കുന്ന പുതിയ ഭരണകൂടം ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തെ ഭവനരഹിതരുടെ എണ്ണം 2030 1/4 ലക്ഷം വർദ്ധിക്കുമെന്ന് കടുത്ത മുന്നറിയിപ്പ്. പുതിയ പ്രധാനമന്ത്രി ആന്റി ബെൻഹാമിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് മുന്നിലാണ് കൗൺസിൽ ഫണ്ടുകളെയും പൊതുജനങ്ങളെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. IPPR, നോർത്ത് ക്രൈസിസ് എന്നീ ചാരിറ്റി സംഘടനകൾ സംയുക്തമായി തയ്യാറാക്കി തിങ്കളാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് UKയെ കാത്തിരിക്കുന്ന ഭവനരഹിതരുടെ ഭീതമായ കണക്കുകൾ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 2030 ആകുമ്പോഴേക്കും UKയിൽ 50,000-ത്തിലധികം ആളുകൾ കൂടി പുതുതായി ഭവനരഹിതരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടും. ഇതോടെ ആകെ ഭവനരഹിതരുടെ എണ്ണം 1,80,000-ൽ നിന്നും 2,30,000 കടക്കുമെന്നാണ് പ്രവചനം. താൽക്കാലിക താമസ സൗകര്യങ്ങൾക്കും ഹോസ്റ്റലുകൾക്കുമായി കൗൺസിലുകൾ പ്രതിവർഷം കോടിക്കണക്കിന് പൗണ്ടാണ് ചെലവഴിക്കുന്നത്. 2009 താൽക്കാലിക താമസത്തിന് കൗൺസിലുകൾ 70.3 ബില്യൺ പൗണ്ട് ചെലവിട്ട സ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് 1.3 ബില്യൺ പൗണ്ടായി കുതിച്ചുയർന്നു. ഈ അശാസ്ത്രീയമായ ഫണ്ട് വിനിയോഗം പല കൗൺസിലുകളിലെയും പാപ്പരത്വത്തിലേക്ക് നയിക്കുന്നതായാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. മാഞ്ചസ്റ്റർ മേയറായിരുന്ന കാലത്തെ ആന്റി ബെൻഹാം വിജയകരമായി നടപ്പിലാക്കിയ എ ബെഡ് എവരി നൈറ്റ് എന്ന പദ്ധതി രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് താൽക്കാലിക അഭയത്തിനൊപ്പം വ്യക്തിഗത പിന്തുണയും നൽകുന്നതാണ് ഈ പദ്ധതി. കൂടാതെ ദീർഘകാലമായി അടച്ചിട്ടിരിക്കുന്ന പഴയ വീടുകൾ കൗൺസിലുകൾ ഏറ്റെടുത്ത് നവീകരിച്ച് പുനരുപയോഗിക്കണമെന്നും ആവശ്യമുണ്ട്. ജൂലൈ 20 പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആന്റി ബെൻഹാം രാജ്യത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കാൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കൗൺസിൽ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരുവിൽ കിടന്നുറങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്താൻ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട്. സോഷ്യൽ ഹൗസിംഗുകളുടെ കടുത്ത ക്ഷാമവും ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ വാടക കുതിച്ചുയരുമ്പോൾ ഹൗസിംഗ് അലവൻസുകൾ കാര്യമായ വർധനവ് ഇല്ലാത്തതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ പുതിയ ബെൻഹാം ഭരണകൂടത്തിന് സാധിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. UK ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങിയ ബ്രിട്ടീഷ് സർക്കാർ NHS ആശുപത്രി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുവാനും രോഗി പരിചരണം വീട്ടുപടിക്കൽ എത്തിക്കാനുമാണ് ലക്ഷ്യമിട്ട് 10 വർഷത്തെ ദീർഘകാല വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായുള്ള മൂലധന ബഡ്ജറ്റ് 2029-30 കാലയളവോടെ 15 മില്യൺ പൗണ്ടായി ഉയർത്തും. വർഷങ്ങളായുള്ള അവഗണന മൂലം തകർച്ചയിലായ ആശുപത്രി കെട്ടിടങ്ങൾ പുതുക്കുവാനും ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് വികസന രേഖ. പുതിയ പദ്ധതി രോഗികൾക്ക് വേഗത്തിലുള്ള ചികിത്സയും കൂടുതൽ GP അപ്പോയിന്റ്മെന്റുകളും ഉറപ്പാക്കും. പദ്ധതിയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. ഇതിനകം നവീകരിച്ച ഇംഗ്ലണ്ടിലെ 800ഓളം GP സർജറികളിൽ രോഗികൾക്ക് 90 ലക്ഷത്തോളം അധിക അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാകും. GP സർജറികളുടെ വികസനത്തിനായി 200 മില്യൺ പൗണ്ട് കൂടി അനുവദിക്കും. മുൻ വർഷങ്ങളിൽ കെട്ടിടങ്ങളുടെ തകരാറുകൾ മൂലം 4000-ത്തിലധികം ചികിത്സാ തടസ്സങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഇത് പരിഹരിക്കാൻ അടുത്ത 9 വർഷത്തേക്ക് കെട്ടിട നിർമ്മാണത്തിനായി 6.75 ബില്യൺ പൗണ്ട് ചിലവഴിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മാറ്റിപ്പണിയാൻ മാത്രം 2 ബില്യൺ പൗണ്ട് മാറ്റിവെക്കും. കൂടാതെ വലിയ ആശുപത്രികളുടെ തിരക്ക് കുറയ്ക്കുന്നതിനായി 250 നെയ്ബർഹുഡ് ഹെൽത്ത് സെന്ററുകളും പണിയും. ഇവിടെ ഡോക്ടർമാരുടെ സേവനവും ലബോറട്ടറി പരിശോധനകളും ഒരു ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാകും. NHSന്റെ ഉപയോഗശൂന്യമായ ഭൂമിയിൽ നഴ്സുമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി കുറഞ്ഞ വാടകയിൽ താമസ സൗകര്യം ഒരുക്കുമെന്നും പദ്ധതി വ്യക്തമാക്കുന്നു. ഇത് ജീവനക്കാരുടെ യാത്രാക്ലേശം കുറയ്ക്കാനും പുതിയ നിയമനങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കും. NHS ആപ്പ് കൂടുതൽ മെച്ചപ്പെടുത്തും. രോഗികളുടെ വിവരങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും ലഭ്യമാകുന്ന തരത്തിൽ സിംഗിൾ പേഷ്യൻസ് റെക്കോർഡ് സംവിധാനം കൊണ്ടുവരും. ഇത് ജീവനക്കാരുടെ പേപ്പർ ജോലികൾ കുറയ്ക്കും. വരും വർഷങ്ങളിൽ ജനിതക ഗവേഷണങ്ങൾക്കായി 650 മില്യൺ പൗണ്ട് ചിലവഴിക്കും. കൂടാതെ സൈബർ സുരക്ഷയും ജൈവ സുരക്ഷയും ശക്തമാക്കും. പദ്ധതികൾ ചുവപ്പുനാടയിൽ കുടുങ്ങി വൈകുന്നത് ഒഴിവാക്കാൻ 300 മില്യൺ പൗണ്ട് വരെയുള്ള പ്രോജക്റ്റുകൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിനും NHSനും നേരിട്ട് അനുമതി നൽകാനും പദ്ധതിയിൽ പറയുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച്
വെയിറ്റിംഗ് ലിസ്റ്റിൽ 4 ലക്ഷത്തിലധികം കുറവ് വന്നിട്ടുണ്ട് എന്നും 10 വർഷത്തേക്കുള്ള ഈ പദ്ധതി ആരോഗ്യ മേഖലയെ ദീർഘകാലത്തേക്ക് കൂടുതൽ സുസ്ഥിരമാക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് ഇനി രോഗികളുടെ വിവരങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ ജോലി പോകുമെന്നും ജയിലിലാകുമെന്നും NHSന്റെ വക മുന്നറിയിപ്പ്. രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ജീവനക്കാർ പരിശോധിക്കുന്നത് തടയാനാണ് കടുത്ത നടപടികളുമായി അധികൃതർ എത്തിയത്. അനുമതിയില്ലാത്ത കൗതുകം മൂലം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ജനങ്ങളുടെ രോഗവിവരങ്ങൾ നോക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വരുമെന്നും NHS മേധാവി വ്യക്തമാക്കി. ബ്രിട്ടനിൽ നടത്തിയ നോട്ടിംഗ്ഹാം ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ രഹസ്യ മെഡിക്കൽ വിവരങ്ങൾ ചില ജീവനക്കാർ അനുവാദമില്ലാതെ പരിശോധിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് നിരവധി പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നിയമലംഘനം തടയാൻ NHS പുതിയ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചത്. വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായിരിക്കണമെന്ന വിശ്വാസത്തിലാണ് രോഗികൾ ആശുപത്രികളെ സമീപിക്കുന്നത്. ഈ വിശ്വാസത്തെ വഞ്ചിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും NHS വ്യക്തമാക്കി. പുതിയ നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ്. ആരെങ്കിലും അനുവാദമില്ലാതെ രോഗികളുടെ വിവരങ്ങൾ തുറന്നു നോക്കിയാൽ അത് തത്സമയം കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ടുകൾ പുതിയ ഇലക്ട്രോണിക് സംവിധാനത്തിൽ സജ്ജീകരിക്കും. രോഗിയെ ചികിത്സിക്കുന്ന ജീവനക്കാരന് മാത്രം വിവരങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിൽ റോൾ ബേസ്ഡ് സാങ്കേതിക നിയന്ത്രണങ്ങളും മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷനും ഏർപ്പെടുത്തും. നിയമവിരുദ്ധമായി വിവരങ്ങൾ പരിശോധിക്കുന്നവരെ കണ്ടെത്തിയാൽ വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസിലോ പോലീസിലോ റിപ്പോർട്ട് ചെയ്യും. ഇവർക്ക് ക്രിമിനൽ കേസുകളും ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരും. കൂടാതെ ജീവനക്കാരുടെ പ്രൊഫഷണൽ അംഗീകാരം റദ്ദാക്കുവാനും നിർദ്ദേശമുണ്ട്. പുതിയ ക്യാമ്പയിന്റെ ഭാഗമായി അനാവശ്യമായ ജിജ്ഞാസ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം തകർക്കാൻ അനുവദിക്കരുത് എന്ന സന്ദേശമുയർത്തിയാണ് ഓഫീസുകളിലും ആശുപത്രികളിലും പോസ്റ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂരിഭാഗം ജീവനക്കാരും ഉത്തരവാദിത്വത്തോടെയാണ് ജോലി ചെയ്യുന്നത് എങ്കിലും ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകൾ രോഗികളുടെ കുടുംബങ്ങൾക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നു എന്നും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് NHSൽ സ്ഥാനമുണ്ടാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. UK ഉഷ്ണതരംഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലുണ്ടായ അസാധാരണമായ ചൂടിൽ 2700-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പുതിയ കണക്കുകൾ വ്യക്തം. ഇംപീരിയൽ കോളേജ് ലണ്ടൻ, മെറ്റ് ഓഫീസ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നിവരുടെ സംയുക്തമായ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരമുള്ളത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ വിയർപ്പ് പൊടിയാത്തതിനാൽ ശരീരത്തിന് സ്വയം തണുക്കാൻ കഴിയാതെ വരുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. ഇതിനെ നിശബ്ദ കൊലയാളി എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. മരണങ്ങളിൽ ഭൂരിഭാഗവും ജൂൺ മാസത്തിൽ ഉഷ്ണതരംഗത്തിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ വലിയൊരു പരിധിവരെ മരണങ്ങൾ ഒഴിവാക്കാമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. 2025-ൽ കടുത്ത മരണസംഖ്യ പ്രവചിച്ചിരുന്നുവെങ്കിലും മരണനിരക്ക് പകുതിയായി കുറയ്ക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ വർഷം രാത്രികാലങ്ങളിലും ചൂടിന് ശമനമില്ലാതിരുന്നതും UKയിലെ വീടുകൾ ഇത്തരം കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിച്ചതല്ലാത്തതിനാലും സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ മാസമായിരുന്നു ജൂൺ. നോർഫോക്കയിലെ ലിങ്കുഡുകളിൽ താപനില 37.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 1957-ൽ രേഖപ്പെടുത്തിയ 35.6 ഡിഗ്രി സെൽഷ്യസ് എന്ന മുൻ റെക്കോർഡാണ് ഇതോടെ തകർന്നത്. ആ സമയത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന മുന്നറിയിപ്പോടെ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ചില ഭാഗങ്ങൾ റെഡ് ഹീറ്റ് അലർട്ട് പുറപ്പെടുവിപ്പിച്ചിരുന്നു. അതേസമയം മെയ് 26-ന് ക്യൂ ഗാർഡൻസിൽ രേഖപ്പെടുത്തിയ 35.1 ഡിഗ്രി സെൽഷ്യസ് താപനില മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന ചൂടായി മാറി. 1922-ലും 1944-ലും രേഖപ്പെടുത്തിയ 32.8 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡാണ് ഇവിടെ തകർന്നടിഞ്ഞത്. അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചൂടുള്ള വായുവിനെ തടഞ്ഞു നിർത്തുന്ന ഹീറ്റ് ഡോം എന്ന പ്രതിഭാസമാണ് ഈ രണ്ട് ഉഷ്ണതരംഗങ്ങൾക്കും കാരണമായതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം ഈ ഹീറ്റ് ഡോമിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനിലെ 6 പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തിയ അമേരിക്ക ബുഷർ, ചബഹാർ, ജാസക്, കൊണാരക്, അബു മുസ, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. 5 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക ദൗത്യം ജൂലൈ 13-ന് രാത്രി 10:15 പൂർത്തിയായതായി US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. നൈനിലെ സൈനിക താവളത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ ഇറാനിൽ US നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. നേരത്തെ ഇറാനിലെ കപ്പൽശാല പരിപാലന കേന്ദ്രം ആക്രമണത്തിൽ US സൈന്യം തകർത്തിരുന്നു. ബന്ദർ അബ്ബാസ് തുറമുഖത്തെ അന്തർവാഹിനി കപ്പൽ പരിപാലന കേന്ദ്രത്തിന് നേരെയാണ് അമേരിക്കൻ സൈന്യം കടൽ ഡ്രോണുകൾ ഉപയോഗിച്ചത്. 3 കോർസെയർ ഡ്രോണുകളാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു.
അമേരിക്ക കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ധാരണാപത്രം ഇറാൻ ഔദ്യോഗികമായി റദ്ദാക്കിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഹായ് അറിയിച്ചു. അതിനിടെ ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നും അവിടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് 20% ട്രാൻസിസ്റ്റർ ഫീ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ പ്രതികരണവുമായി ഇറാൻ. ഹോർമൂസ് വഴിയുള്ള ചരക്കു നീക്കത്തിന് ഫീസ് ഈടാക്കണമെന്ന നിലപാടിൽ അംഗീകരിക്കുന്നതായും എന്നാൽ അതിന് അർഹത തങ്ങൾക്കാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് വഴി ചരക്കുകൾ കടന്നുപോകാൻ സുരക്ഷയൊരുക്കുന്നവർക്ക് ഈ സേവനത്തിന് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണം. ഇപ്പോഴും എപ്പോഴും ഇറാൻ തന്നെയാണ് ഹോർമൂസിന്റെ സംരക്ഷകരെന്നും അരാജ് വ്യക്തമാക്കി. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. ട്രംപ് നിർദ്ദേശിച്ച 20% ഫീസ് വളരെ കൂടുതലായി പോയി എന്നും തങ്ങൾ ന്യായമായ രീതിയിലെ തുക ഈടാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസിലൂടെയുള്ള ഗതാഗതം സംരക്ഷിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ യുഎസിന് പ്രതിഫലം നൽകണമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്കുകൾക്കും 20% നികുതി ഈടാക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചു. അതേസമയം ഇറാനിയൻ കപ്പലുകളെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഹോർമസിലെ എല്ലായ്പ്പോഴുമുള്ള സംരക്ഷകർ തങ്ങളാണെന്നും അവിടെ നികുതി ഈടാക്കുമെന്ന ട്രംപിന്റെ വാദം ന്യായമാണെന്നും അരാച്ചി വ്യക്തമാക്കിയത്. അതിനിടെ യുഎസ് സൈനിക ഇടപെടലുകൾ ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ നാവിക വ്യോമ ആസ്തികളും പ്രതിരോധ സംവിധാനങ്ങളും വലിയ തോതിൽ നശിപ്പിച്ചു. 159 വിമാനങ്ങൾ കടലിൽ താഴ്ത്തി, 200 വിമാനങ്ങൾ തകർത്തു. 4 മാസം കൊണ്ട് ഇറാനെ ശിലായുഗത്തിലെത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഇറാനിൽ ഇപ്പോഴും ചില മിസൈലുകളും ശേഷികളും ബാക്കിയുണ്ട് എന്നും ട്രംപ് സമ്മതിച്ചു. യുഎസ്-ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുകയും പ്രമുഖ കമാൻഡർമാർ ഇല്ലാതാവുകയും ചെയ്തു എന്ന അവകാശവാദമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി 90% ഇല്ലാതായതായി കഴിഞ്ഞുവെന്നും ട്രംപ്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ നാവികസേനയും വ്യോമസേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായി തകർത്തു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാന്റെ ഏറ്റവും മികച്ച കമാൻഡർമാരും നേതാക്കളും ഇതിനകം തന്നെ വധിക്കപ്പെട്ടു എന്നും ട്രംപ് പറഞ്ഞു. ഖമേനി പോയി, അദ്ദേഹത്തിന്റെ മകൻ 90% ഇല്ലാതായി എന്നും ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് പിതാവ് അലി ഖമേനി കൊല്ലപ്പെട്ട അതേ യുഎസ്-ഇസ്രായേൽ ആക്രമണത്തിൽ മകൻ മുജ്തബ ഖമേനിയും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കഴിഞ്ഞയാഴ്ച നടന്ന പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കാതിരുന്നതോടെ മുജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഇതിന് ആക്കം കൂട്ടുന്ന പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.44 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.17 യൂറോ. ഒരു US ഡോളർ 96.11 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.49 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.03 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ഇന്നലെ ബാരലിന് $80 ആയിരുന്ന ബ്രന്റ് ക്രൂഡ് വില ഇന്ന് $85 ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് പെട്ടെന്നുള്ള ഈ വിലക്കയറ്റത്തിന് കാരണം. യുഎസും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ നിലനിന്നിരുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ വില ഗണ്യമായി ഇടിഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബാരലിന് $118 വരെ ഉയർന്ന ബ്രന്റ് ക്രൂഡ് വില പിന്നീട് വെടിനിർത്തൽ ചർച്ചകളും വിപണിയിലെ വിതരണം സാധാരണ നിലയിലായതും കാരണം $60 മുതൽ $70 വരെ നിരക്കിലേക്ക് താഴ്ന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ വിപണിയിലും പ്രതിഫലിക്കുകയാണ്. ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന കഴിഞ്ഞ 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്നലെ പുറത്തുവന്ന കണക്കനുസരിച്ച് 4.38% രാജ്യത്തെ വിലക്കയറ്റം. 2024 ഡിസംബറിന് ശേഷം ആദ്യമായാണ് വിലക്കയറ്റം 4% മുകളിൽ ഉയരുന്നത്. പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു എന്ന പരാതി വ്യാപകമാകുന്നതിനിടെ പ്രതികരണവുമായി കേന്ദ്ര ഉപരിഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഒരു സാധാരണ കാറുടമയ്ക്ക് സ്വന്തം നിലയിൽ വാഹനത്തിന്റെ ഇന്ധനക്ഷമത കൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്നും അംഗീകൃത ഡീലർമാരുടെ പക്കലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ മൈലേജ് കൃത്യമായി പരിശോധിക്കാനാകൂ എന്നും മന്ത്രി
ഒരു പ്രമുഖ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രിയുടെ ഈ പരാമർശം. 2023 വാങ്ങിയ തന്റെ കാറിലെ മൈലേജ് നഗരത്തിലെ ഡ്രൈവിംഗിൽ ലിറ്ററിന് 11 കിലോമീറ്ററിൽ നിന്നും 7 കിലോമീറ്ററായി കുത്തനെ കുറഞ്ഞതായും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഗഡ്കരിയുടെ മറുപടി. സാധാരണക്കാർ ചെയ്യുന്നത് പോലെ ഡാഷ്ബോർഡിലെ റീഡിംഗ് നോക്കിയാണ് താൻ മൈലേജ് കണക്കാക്കുന്നതെന്നും മാധ്യമപ്രവർത്തക വിശദീകരിച്ചു. എന്നാൽ നമ്മൾ കാണുന്ന ഡാഷ്ബോർഡ് കണക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാനാകില്ല എന്നും നിർമ്മാതാക്കൾ സാക്ഷ്യപ്പെടുത്തിയ പ്രത്യേക പരിശോധനാ യന്ത്രങ്ങളുള്ള അംഗീകൃത ഡീലർമാർക്ക് മാത്രമേ യഥാർത്ഥ ഇന്ധനക്ഷമത അളക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് E20 പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി ചില വാഹനങ്ങളിൽ 3 മുതൽ 5% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട് എന്നും അടുത്തിടെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തന്നെ സമ്മതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ പുതിയ വിശദീകരണം പുറത്തുവരുന്നത്. മൈലേജ് കുറയുന്നുണ്ട് എങ്കിലും മലിനീകരണം കുറയ്ക്കുവാനും ക്രൂഡ് ഓയിൽ ഇറക്കുമതി അമിതമായി ആശ്രയിക്കുന്നത് തടയുവാനും എഥനോൾ ചേർത്ത ഇന്ധനം അത്യന്താപേക്ഷിതമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഏപ്രിൽ 1 മുതൽ രാജ്യമൊട്ടാകെ E20 ഇന്ധന വിതരണം നിർബന്ധമാക്കിയതോടെ വാഹന ഉടമകളിൽ നിന്നും വാഹന നിർമ്മാതാക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആശങ്കകളുമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ സർക്കാരിനെ അട്ടിമറിക്കാൻ നാഷണൽ കോൺഫറൻസ് MLA-മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് 100 കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് അയച്ച് BJP. 7 ദിവസത്തിനകം പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പു പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞയാഴ്ച ഹസ്രത് ബാലിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവെയാണ് നാഷണൽ കോൺഫറൻസ് MLA-മാരെ സമീപിച്ച് പാർട്ടി മാറാൻ BJP 20 മുതൽ 30 കോടി രൂപയും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തതെന്ന് ഒമർ ആരോപിച്ചത്. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുതിർന്ന BJP നേതാവാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. തനിക്ക് ലഭിച്ച മാനനഷ്ട നോട്ടീസിന് പരിഹാര മറുപടിയുമായി ഒമർ അബ്ദുള്ളയും രംഗത്തെത്തി. BJP-യിൽ നിന്നും പ്രേമലേഖനം ലഭിച്ചതിൽ അഭിമാനമുണ്ട് എന്നും ജമ്മു കാശ്മീരിൽ BJP-ക്ക് അവഗണിക്കാനാകാത്ത ശക്തമായ രാഷ്ട്രീയ ശക്തിയായാണ് താനെന്ന് തെളിവാണ് ഈ നടപടിയെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ മറുപടിയാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ BJP എപ്പോഴും കോടതികൾക്ക് പിന്നിൽ ഒളിച്ചോടുകയാണെന്നും ഒമർ കൂട്ടിച്ചേർത്തു. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതൻ വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. സംസ്ഥാനത്ത് ഇത് ആദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. മേയർ VV രാജേഷാണ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണെന്നും കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അസാധാരണ സാഹചര്യങ്ങൾ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞയെടുത്ത് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20-ലെ കൗൺസിലറായ സുഗതൻ. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ആ സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. BJP നേതാക്കളുടെ പ്രസ്താവനകളിൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന തീരുമാനത്തിൽ NSS നേതൃത്വം. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. NSS ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം സ്വാഗതം ചെയ്യുന്നുവെന്നും NSS നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദില്ലി NSS യൂണിയന്റെ പരിപാടിയിൽ വെച്ചാണ് ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾ മറുപടി അർഹിക്കുന്നില്ല എന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പ്രോട്ടോകോൾ പാലിക്കണമെന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള പരിശോധന അംഗീകരിക്കാനാവില്ല എന്ന് NSS നിലപാട്. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടിയുടെ AAY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടിയും ഉൾപ്പെടെ 253 കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. മുൻ സർക്കാരുകളൊന്നും ഇത്രയും തുക ഒന്നിച്ച് അനുവദിച്ചിരുന്നില്ല എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. പുതുക്കിയ ബഡ്ജറ്റിൽ 315 കോടി രൂപ അനുവദിച്ചതിൽ 20 കോടി ആദ്യം ലഭിച്ചിരുന്നു. തുക ചെലവഴിച്ച ശേഷം കൂടുതൽ തുക ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിനെ വീണ്ടും സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാരിന്റെ വിപണി ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുമുള്ള മാർക്കറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്കീമിൽ നിന്നും തുക അനുവദിക്കണമെന്നും ഭക്ഷ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇനി സ്പോർട്സ്.
ലോക കിരീടത്തിനായി ടീമുകൾ തന്ത്രങ്ങൾ മെനയുമ്പോൾ അണിയറയിൽ മറ്റൊരു പോരാട്ടം കൂടി സജീവമാണ്. വ്യക്തിഗത പുരസ്കാരങ്ങൾക്കായുള്ള മത്സരം. ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിന് നൽകുന്ന ഗോൾഡൻ ബോൾ ആരുടെ കൈകളിലെത്തുമെന്ന് ഇക്കുറി പ്രവചനാതീതമാണ്. ഗോൾഡൻ ബോളിനായി സൂപ്പർ താരങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഗോൾഡൻ ബോൾ നേടാൻ സാധ്യതയുള്ള നിരവധി കളിക്കാരാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്നും 8 ഗോളുകളുമായി മെസ്സി കുതിക്കുകയാണ്. ഇത്തവണയും ഗോൾഡൻ ബോൾ സ്വന്തമാക്കാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് മെസ്സി. അർജന്റീന ഫൈനൽ എത്തുകയോ വിജയിക്കുകയോ ചെയ്താൽ ഗോൾഡൻ ബോൾ എന്തായാലും മെസ്സി തന്നെ നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായി മെസ്സി മാറി. സ്വിറ്റ്സർലൻഡിനെതിരെ മാക് അലിസ്റ്റർ നൽകിയ അസിസ്റ്റോടെ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. മെസ്സിയുടെ അവിശ്വസനീയമായ പ്രകടനത്തിനൊപ്പം നിൽക്കാൻ ഒരാൾക്കേ സാധിക്കൂ, അത് കിലിയൻ എംബാപ്പയാണ്. ഫിഫയുടെ ഓവറോൾ പവർ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് എംബാപ്പെ. മെസ്സിക്കൊപ്പം 8 ഗോളുകളുമായാണ് ടോപ്പ് സ്കോറർ സ്ഥാനത്തുള്ളത്. മെസ്സിയേക്കാൾ ഒരു അസിസ്റ്റന്റ് കൂടുതലുള്ള നിലവിൽ ഗോൾഡൻ ബോൾ റേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കിലിയൻ എംബാപ്പെ തന്നെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദ കുടിയേറ്റ ബില്ലിനെ പിന്തുണച്ച് നിയുക്ത ബ്രിട്ടൻ പ്രധാനമന്ത്രി ആൻഡി ബെൻഹാം. കുടിയേറ്റ നിയന്ത്രണ ബില്ലിനെ ലേബർ പാർട്ടിയിലെ 14 എംപിമാർ ബില്ലിനെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോഴാണ് മെക്കർഫീൽഡ് എംപി കൂടിയായ ബെൻഹാം സർക്കാരിന് നിർണായക പിന്തുണ നൽകിയത്. ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയിൽ ബില്ല് പാസ്സായത് 90-നെതിരെ 264 വോട്ടുകൾക്ക്. അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാനും കുടിയേറ്റക്കാർ കോടതിയിൽ അപ്പീൽ നൽകി യുകെയിൽ പിടിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. യുകെയിൽ 2030ഓടെ ഭവനരഹിതരുടെ എണ്ണം 25% വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പുതിയ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൻഡി ബെൻഹാമിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് മുന്നിൽ. ആകെ ഭവനരഹിതരുടെ എണ്ണം 1,80,000 നിന്നും 2,30,000 കടക്കുമെന്ന് പ്രവചനം. ദീർഘകാലമായി അടച്ചിട്ടിരിക്കുന്ന പഴയ വീടുകൾ കൗൺസിലുകൾ ഏറ്റെടുത്ത് നവീകരിച്ച് പുനരുപയോഗിക്കണമെന്ന് ആവശ്യം. UK ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ. NHS ആശുപത്രി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുവാനും രോഗി പരിചരണം വീട്ടുപടിക്കൽ എത്തിക്കുവാനും ലക്ഷ്യമിട്ട് 10 വർഷത്തെ ദീർഘകാല വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായുള്ള മൂലധന ബഡ്ജറ്റ് 2029-30 കാലയളവോടെ 15 ബില്യൺ പൗണ്ടായി ഉയർത്തും. രോഗികളുടെ വിവരങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ ജോലി പോകുമെന്നും ജയിലിലാകുമെന്നും NHSന്റെ മുന്നറിയിപ്പ്. കടുത്ത നടപടികളുമായി അധികൃതർ എത്തിയത് രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ജീവനക്കാർ പരിശോധിക്കുന്നത് തടയിടാൻ. ഇറാനിലെ 6 പ്രധാന നഗരങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബുഷർ, ചബഹാർ, ജാക്സർ, കൊണാരക്, അബു മുസ, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണമുണ്ടായത്. 5 മണിക്കൂർ നീണ്ടുനിന്ന സൈനിക ദൗത്യം പൂർത്തിയായതായി US സെൻട്രൽ കമാൻഡർ. US-ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുകയും പ്രമുഖ കമാൻഡർമാർ ഇല്ലാതാക്കിയതായും അവകാശവാദങ്ങളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുസഫ് ഖമേനി നശിച്ചു കഴിഞ്ഞു എന്നും ട്രംപ്. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഫീസ് ഈടാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിൽ പ്രതികരിച്ച ഇറാൻ ഹോർമോസ് വഴിയുള്ള ചരക്കുനീക്കത്തിന് ഫീസ് ഈടാക്കണമെന്ന നിലപാട് അംഗീകരിക്കുന്നതായും എന്നാൽ അതിന് അർഹത തങ്ങൾക്കാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാജി. ട്രംപ് നിർദ്ദേശിച്ച 20% ഫീസ് വളരെ കൂടുതലായി പോയെന്നും തങ്ങൾ ന്യായമായ രീതിയിലെ തുക ഈടാക്കൂ എന്നും ഇറാൻ. ജമ്മു കാശ്മീർ സർക്കാരിനെ അട്ടിമറിക്കാൻ നാഷണൽ കോൺഫറൻസ് MLA-മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയ്ക്ക് 100 കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് അയച്ച് BJP. 7 ദിവസത്തിനകം പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ്. നാഷണൽ കോൺഫറൻസ് MLA-മാരെ സമീപിച്ച പാർട്ടി മാറാൻ BJP 20 മുതൽ 30 കോടി വരെ രൂപയും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തു എന്ന് ഒമറിന്റെ ആരോപണം. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതൻ വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്തെ ഇതാദ്യമായാണ് ജയിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. മേയർ VV രാജേഷ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രീയ പാർട്ടിയുമായി ഏറ്റുമുട്ടേണ്ടെന്നും BJP നേതാക്കളുടെ പ്രസ്താവനകൾ പരസ്യ പ്രതികരണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച NSS നേതൃത്വം. NSSന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം സ്വാഗതാർഹമാണെന്നും NSS. കഴിഞ്ഞ ദിവസം ദില്ലി NSS യൂണിയന്റെ പരിപാടിയിൽ വെച്ചായിരുന്നു ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും സുകുമാരൻ നായർ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.